ഗഡ്കരി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു, ഒരു പോസ്റ്ററും എൻ്റേതായിട്ട് നാഗ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടാവില്ല. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗഡ്കരി, കൈപൊക്കി പ്രസംഗിക്കുന്ന ഗഡ്കരി, ഇതൊക്കെയാണല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോസ്റ്റർ. ഒറ്റ പോസ്റ്ററില്ല. എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവരണം, വെള്ളം പോലും അവിടെ വിതരണം ചെയ്യില്ല, ചായയുടെ കാര്യം പ്രതീക്ഷിക്കുകയേ വേണ്ട. എന്നിട്ട് ഞാൻ പ്രചരണം നടത്തും, എന്നിട്ട് ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ടും ഗഡ്കരി ജയിച്ചു. അതാണ് ഗഡ്കരി. ഇപ്പോൾ ഗഡ്കരി കഴിഞ്ഞ കൊല്ലം ഒരു പുസ്തക റിലീസിൻ്റെ സമയത്ത് നമ്മുടെ സാംസ്കാരിക രംഗം, രാഷ്ട്രീയ രംഗം ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ ഗഡ്കരി പറഞ്ഞു, രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപരമായ ഒരു പരിവർത്തനം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം ഒരു പവർ ഗെയിമായിട്ട് മാറി. അറ്റ് എനി കോസ്റ്റ് പവർ പിടിച്ചെടുക്കുക. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പ്രതിപക്ഷത്താണെങ്കിൽ പോലും ജനസേവനം ജനപ്രതിനിധിയല്ലേ, പ്രതിപക്ഷത്താണെന്നല്ലേ ഉള്ളൂ. പ്രതിപക്ഷവും കൂടെ ചേർന്നതാണ് മൊത്തം നിയമസഭ അല്ലെങ്കിൽ പാർലമെൻറ്റ്. അപ്പോൾ എനിക്കും ജനങ്ങളെ സേവിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്, ഫെസിലിറ്റിയുണ്ട്. ഇങ്ങനെയൊക്കെ ജനങ്ങളെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, പവർ പൊളിറ്റിക്സായിട്ട് മാറി എന്ന് പറഞ്ഞു. അന്നും ഇതുപോലെ ഗഡ്കരി ഈസ് ഓൺ വേ ഔട്ട്. അത് പൊളിറ്റിക്സിനെ തന്നെ തള്ളിപ്പറഞ്ഞു. ഗഡ്കരി പൊളിറ്റിക്സ് വിടാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ്. ഗഡ്കരി ഈസ് ഡിസല്യൂഷൻഡ് വിത്ത് പൊളിറ്റിക്സ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡിസല്യൂഷൻഡ് ഒന്നുമല്ല, ഞാൻ പൊളിറ്റിക്സ് വിടാനും പോകുന്നില്ല, അപ്പോൾ വിട്ടിട്ട് ഞാൻ അവിടെ പോകാൻ. ബട്ട് ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് ഇപ്പോൾ നടക്കുന്നത് പാർട്ടി ഏതുമായിക്കോട്ടെ, പവർ പിടിക്കാനുള്ള അതാണ് പ്രഥമ പരിഗണന. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വികസനം, ബാക്കി ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ. ഇതാണ് ഗഡ്കരിയുടെ ആത്മാർത്ഥമായ നിരീക്ഷണം. ആ നിരീക്ഷണം അങ്ങനെ അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോൾ യാദൃശ്ചികമായൊരു സംഭവം ഉണ്ടായി. യാദൃശ്ചികമോ അതോ മനഃപൂർവ്വമോ എനിക്കറിയില്ല. ഈ പാർലമെൻ്ററി ബോർഡുണ്ടല്ലോ, BJPയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ബോർഡ്, 2024 ലോക്സഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന പാർലമെൻ്ററി ബോർഡിൽ നിന്ന് ഗഡ്കരി പുറത്തായി എന്ന് വെച്ചാൽ പാർലമെൻ്ററി ബോർഡ് ഇവർ ഇന്ന കമ്മിറ്റി കൂടിയായിരിക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പേര് പുറത്തു വിട്ടു. അതിൽ ഗഡ്കരി ഇല്ല. അല്ലാതെ ഒരു കമ്മിറ്റിയുണ്ട്, അതിൽ നിന്ന് ഇറങ്ങിപ്പോടുമെന്ന് പറഞ്ഞ് പുറത്താക്കിയത് അങ്ങനെയൊന്നുമല്ല. കമ്മിറ്റി ഫോം ചെയ്യുമ്പോൾ ഗഡ്കരിയിൽ പേരില്ല. അതൊരു വാർത്തയായി. ഇതുവരെ ഗഡ്കരി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലായിരുന്നു. ബട്ട് ആ കമ്മിറ്റിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഗഡ്കരി ഇല്ലാത്തത് കൊണ്ട് ഉള്ളതുകൊണ്ട് വന്നു. ഗഡ്കരി അത് മൈൻഡ് ചെയ്യാനും പോയില്ല. ഇപ്പോൾ എന്ത് സംഭവിച്ചു? മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഭംഗിയായിട്ട് കരുക്കൾ നീക്കാൻ അറിയാവുന്ന ആൾ ഗഡ്കരിയാണ്. ഇപ്പോൾ പവർ പൊളിറ്റിക്സ് ആയി എന്ന് ഗഡ്കരി പറയുമ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഈ പറയുന്നത്. പവർ പൊളിറ്റിക്സിൽ ഗഡ്കരിയും ഉണ്ട്. ബട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു എവിടെയാണ് ഞാൻ നിൽക്കുന്നത്, ഏത് കളിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് അദ്ദേഹം ഒരു ലേശം കുറ്റബോധത്തോടെ തുറന്നു പറയുന്നു. ഇതാണ് നടക്കുന്നത് കേട്ടോ എന്ന് പറയുന്നു. ഇതത്ര ധാർമ്മികമൊന്നും അല്ല എന്നും അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ബട്ട് അതുള്ളപ്പോൾ പോലും അദ്ദേഹം അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ BJP എന്ത് ചെയ്തു? ഗഡ്കരിയെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയും കൊടുത്തു. അപ്പോൾ അതിന് വന്ന വ്യാഖ്യാനം ഗഡ്കരിയെ മഹാരാഷ്ട്രയിലേക്ക് തട്ടി. മഹാരാഷ്ട്രയിൽ ജയിച്ചാൽ ഗഡ്കരിയെ പിടിച്ച് അവിടുത്തെ മുഖ്യമന്ത്രിയാക്കിയിട്ട് എന്നേക്കുമായിട്ട് മഹാരാഷ്ട്രയിൽ തളച്ചിടാം. തോറ്റാൽ മഹാരാഷ്ട്രയിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഗഡ്കരിയുടെ തലയിൽ വയ്ക്കാം. ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാണ്, നടക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ശരിയാണല്ലോ നമുക്കും തോന്നും. ബട്ട് ഇത്തരം കളി BJPയിൽ നടക്കുന്നില്ല. നടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബലിയാടുകളും ഉണ്ടാകുമായിരുന്നു. ആരെങ്കിലും തലയിൽ തോൽവി അടിച്ചേൽപ്പിക്കുക, അയാളെ ഒറ്റപ്പെടുത്തുക, അങ്ങനെയൊന്നും ചെയ്തില്ല. ഇത് ഉണ്ട്, ഈ ഡൈനാമിക്സ് BJPയിലും ഉണ്ട്, ഭാഗികമായിട്ടുണ്ട് കേട്ടോ. പല സ്ഥലത്തും പലരും കളിക്കുന്നൊക്കെ ഉണ്ട്. ഇതുണ്ടെന്ന് ധരിക്കുന്ന പ്രതിപക്ഷം ഒരു
ഒരു സംഘടനയിൽ നിന്ന് ഒരാളെ അടർത്തിയെടുക്കണമെങ്കിൽ ഏറ്റവും വീക്കായിട്ടുള്ള ആളെയാണ് ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇവർ നോക്കുമ്പോൾ ഗഡ്കരി ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഗഡ്കരി വീക്കാണ്, ഗഡ്കരി അസംതൃപ്തനാണ്, അതുകൊണ്ട് ഗഡ്കരിയെ നമുക്ക് എടുക്കാം. ഗഡ്കരി വേറൊരു പ്രസംഗം കൂടെ ചെയ്തു പൂനെയിൽ, അതും സാഹിത്യ സമ്മേളനത്തിലായിരുന്നു. ഗഡ്കരി പറഞ്ഞു, രാജാവ് ഈ എതിരഭിപ്രായങ്ങൾ കേൾക്കുന്നവനായിരിക്കണം, അതും പരിഗണിക്കുന്നവനായിരിക്കണം. അപ്പോഴാണ് സമ്പൂർണമായ ഭരണം ഒരു പൂർണ്ണമാകുന്നത്, അപ്പോഴാണ് ജനങ്ങൾക്ക് തൃപ്തിയാകുന്നത്, അപ്പോഴാണ്. ഇതിന് വന്ന വ്യാഖ്യാനം ഗഡ്കരി ഈ മോദിക്കെതിരെ പറഞ്ഞു, അങ്ങനെയൊക്കെയാണ്. മോദി എതിർ ശബ്ദം കേൾക്കുന്നില്ല, അങ്ങനെയൊന്നുമല്ല. കാരണം അതിൻ്റെ 2 ആഴ്ച മുമ്പ് ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയായിട്ട് ഗഡ്കരിയെ ഫോറിനിൽ അയച്ചിരുന്നു മോദി. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ഗഡ്കരി പറയുന്നത്. അപ്പോൾ ഗഡ്കരിയുടെ പേഴ്സണൽ പരാതിയോ അങ്ങനെയൊന്നുമല്ല. ഗഡ്കരി പറഞ്ഞു വന്നത് രാജാവ് എതിരഭിപ്രായം പറയണം, അത് കേൾക്കണം. പക്ഷേ രാജാവിനെ ഭയന്നിട്ട് എതിരഭിപ്രായം ആരും പറയില്ല. അതുകൊണ്ട് രാജാക്കന്മാർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ശമ്പളം കൊടുത്ത് വിമർശിക്കാൻ ആളെ നിർത്തേണ്ടി വന്നു. വിദൂഷകൻ എന്ന് പറയും. അയാളുടെ ജോലി തന്നെ രാജാവിനെ കളിയാക്കുക എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവർ കളിയാക്കില്ല രാജാവിനെ പേടിച്ചിട്ട്. അതുകൊണ്ട് പേടിക്കേണ്ട, നീ എന്നെ കളിയാക്കുക, വിമർശിക്കുക, എൻ്റെ സകല കാര്യത്തിനും എതിര് പറയുക. ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, ഡെവിൾസ് അഡ്വക്കേറ്റായിട്ട് ശമ്പളം കൊടുത്ത് നിർത്തിയ ആളാണ് വിദൂഷകൻ. ദിസ് വാസ് അവർ സിസ്റ്റം. ഇങ്ങനെ പറഞ്ഞു വരുന്നതിൻ്റെ ആ തുടക്കത്തിൽ പറഞ്ഞതുകൊണ്ടല്ലോ, എതിരഭിപ്രായം കേൾക്കണം രാജാവെന്ന്. ആ കഷ്ണം എടുത്തിട്ട് ഗഡ്കരി അസംതൃപ്തനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിൽ നിന്ന് എന്താ ചേട്ടാ വരുന്നോ, അല്ലെങ്കിൽ ചേട്ടനൊരു കാര്യം ചെയ്യും, BJPയുടെ പ്രധാനമന്ത്രിയായിട്ട് ചേട്ടൻ വന്നാൽ ഞങ്ങൾ സമ്മതമാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും. അപ്പോൾ ചേട്ടൻ അവിടെ കലാപം ഉണ്ടാക്കിയിട്ട് മോദിയെ ഉരുട്ടിയിടുക. അപ്പം ഗഡ്കരി ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ഇതിന് ഏറ്റവും നല്ല മരുന്ന് എന്താ? ഇത് പബ്ലിക്കായിട്ട് അങ്ങ് വിളിച്ചു പറയുക. എൻ്റെ അടുത്ത് ഇന്ന ആൾക്കാർ വന്നിരുന്നു, ഇന്നതൊക്കെ പറഞ്ഞു, ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു, വിളിച്ചു പറയുക. ഈ വിളിച്ചു പറയുന്നതോടെ ഈ കംപ്ലീറ്റ് സാധനം പൊളിഞ്ഞു. ഇനിയിപ്പോൾ ഗഡ്കരി ആരെങ്കിലും ഇത്തരം ഓഫർ വഴിയിട്ട് ഈ വകത്തെ അടുത്തരം പറയാനായിട്ട് പോവുമോ? ഇല്ല, അടുക്കില്ല. ശരിയാവില്ല. അങ്ങേര് നമ്മൾ വിചാരിച്ച പോലെയല്ലേ, പുള്ളി ഭയങ്കര സ്ട്രോങ് ആണ്. മാത്രമല്ല ഇത് കൂടെ വിളിച്ചു പറഞ്ഞ് നമ്മളെ നാണം കെടുത്തതും കൂടെ ചെയ്യും. ഈ കാർഡാണ് എത്ര കാലമായി ആ മനുഷ്യനും പൊളിറ്റിക്സിൽ